വിദ്യാർത്ഥി പ്രതിഷേധം തുടർന്ന കോതമംഗലം MA കോളേജിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നടപടി സ്വീകരിക്കാന്നുള്ളതാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അതിനനുസരിച്ച് എന്തെങ്കിലും ഇത് വന്നാലും അതിനനുസരിച്ച് സഹകരിക്കുന്നതായിരിക്കും. കുട്ടികൾ ചില പേരുകളൊക്കെ പേരുകൾ അത് കുട്ടികളുടെ പേര് പറഞ്ഞാൽ എങ്ങനെ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ നടക്കണേ, അതനുസരിച്ച് നടക്കട്ടെ. പറയാം. ഇപ്പൊ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മാനേജ്മെന്റും കോളേജും പൂർണ്ണമായി സഹകരിക്കുന്നതായിരിക്കും. കോളേജിലെ ഇന്റേണൽ ഗ്രീവൻസ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രീവൻസ് കമ്മിറ്റി എല്ലാം പരിഗണിക്കുകയും വേണ്ട നടപടി എടുക്കുകയും ചെയ്യും. കൂടാതെ മൂന്നാമത്തെ കാര്യം, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരൻ ആരെങ്കിലും കണ്ടെത്തിയാൽ അവർക്കെതിരെ യുക്തമായ നടപടികൾ സ്വീകരിക്കും. കൺട്രോളൻസ് മീറ്റിംഗ് ഭൗതിക ശരീരം നോർമൽ കേസ് നമ്മൾ ഇവിടെ നടത്തുന്നത് എന്താ വെച്ചാൽ ഫ്യൂണറൽ കഴിഞ്ഞതിന് ശേഷമാണ് കൺട്രോളൻസ് മീറ്റിംഗ് നടത്തുന്നത്. അത് നടത്തുന്നതായിരിക്കും. പിന്നെ ധനസഹായത്തെപ്പറ്റി ഫ്യൂണറലിന് ശേഷം ഇതുപോലെ തന്നെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് വേണ്ടതായ ധനസഹായം മാനേജ്മെന്റ് നൽകുന്നതായിരിക്കും. പിന്നെ കുട്ടികൾക്ക് എഗൻസ്റ്റായിട്ട് കേസുകൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. PTA മീറ്റിംഗ് ഇതുപോലെ തന്നെ ഉണ്ടാവുന്നതാണ്. PTA മീറ്റിംഗ് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഫിക്സ് ചെയ്യും. ഞങ്ങളിപ്പോ ഇത് സത്യത്തിൽ നാളെ നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അത് എനിക്കറിയില്ല എത്ര പെട്ടെന്ന് നടത്താൻ പറ്റുന്നുള്ളൂ. കാരണം എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നടത്തണം. നോക്കട്ടെ, ഇതിപ്പോ പോലീസിന്റെ ഇതിലൂടെ ഞങ്ങളുടേതായ അന്വേഷണം നടത്തും. ഓക്കെ, ഫൈൻ. അത് പോലീസ് ഇത് നടക്കണ്ടല്ലോ. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്യും, അന്വേഷിക്കും നടത്തും. അല്ല, അത് ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ച് രൂപീകരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരായ യുക്തമായ നടപടികൾ സ്വീകരിക്കും. കൂടാതെ ആദ്യം പറഞ്ഞ മാതിരി എക്സാം അത് എല്ലാം റീഷെഡ്യൂൾ ചെയ്ത് ഓണത്തിന് ശേഷമായിരിക്കും നടത്തുന്നത്. എക്സാമിനേഷൻ ഫീസും അതുപോലെ തന്നെ 1000 നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് ബാക്കി എക്സ്ട്രാ അടിച്ചിട്ട് പൈസ തിരികെ ഞങ്ങൾ ഇപ്പൊ ഈ പ്രത്യേക സാഹചര്യം, പ്രത്യേകിച്ച് കുട്ടിയുടെ ബാക്കി ബോഡി ഇൻക്വസ്റ്റും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കറക്റ്റ് തിരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല ആ പരിസ്ഥിതിയിലും ഞങ്ങൾ മിനിയാന്ന് ഈ എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി പബ്ലിഷ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ പോകേണ്ട കാര്യം എന്താ? അതിനെ കുറിച്ചാണല്ലോ താങ്കളടക്കം പരാതി. അവർ പറയുന്നത് ഇത് ഒരു കുട്ടി മരിച്ച് മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും ഇതുവരെയും ആരും ആ കുട്ടികളെ അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ ഗേറ്റ് തള്ളി തുറന്ന് കുട്ടികൾ അകത്തേക്ക്